بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، فأيها الإخوة، الإمام المجدد محمد بن عبد الوهاب رحمه الله അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിലെ മൂന്നാമത്തെ ബാബ് അൽ ഖൗഫ് മിന ശിർക്ക്, ഷിർക്കിനെ കുറിച്ചുള്ള ഖൗഫ്. ഖൗഫ് എന്നാൽ ഭയം, പേടി എന്ന ബാബാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. വഖൗലില്ലാഹി തആല, അല്ലാഹുവിൻ്റെ ഈ ആയത്ത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. 4296 ആ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കണം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യഗ്ഫിർ, അവൻ പൊറുക്കുകയില്ല, അൻ യുശ്റക ബിഹി, അവനിൽ പങ്കു ചേർക്കപ്പെടുന്നത്, വയഗ്ഫിറു, അവൻ പൊറുക്കും, മാ ദൂന ദാലിക, അതിന് താഴെയുള്ളത്, ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ശിർക്കിനെ കുറിച്ച് ഭയപ്പെടാൻ ഈ ആയത്ത് ധാരാളമാണ്. ഈ ആയത്ത് മനസ്സിലാക്കിയ ഒരാൾ തീർച്ചയായും ശിർക്കിനെ ഭയപ്പെടണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൊറുക്കുകയില്ല. ശിർക്ക് നമുക്കറിയാം, ശിർക്കിൽ വലിയ ശിർക്കുമുണ്ട്, ചെറിയ ശിർക്കുമുണ്ട്. അശ്ശിർക്കുൽ അക്ബർ, വലിയ ശിർക്ക്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുക, അവരെ ആരാധിക്കുക എന്നത് വലിയ ശിർക്കാണ്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, ഇസ്തിഗാസ, സഹായം തേടുക എന്നത് വലിയ ശിർക്കാണ്. മുഖ്രിജും മിനൽ മില്ല, ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് പുറത്താക്കുന്ന ശിർക്കാണ്. അത് ചെയ്തവൻ മുസ്ലിമല്ല, മുസ്ലിമിനോടുള്ള ഒരു ബാധ്യതയും അവനോടില്ല, മുസ്ലിമിനുള്ള ഒരു അവകാശവും അവനില്ല. അങ്ങനെയുള്ള ശിർക്കുണ്ട്. അതുപോലെ ചെറിയ ശിർക്കുണ്ട്, റിയാ പോലെ, സുമഅത്ത് പോലെ, ആളുകളെ കാണിക്കാൻ, ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടി ഒരുവൻ തന്റെ നമസ്കാരം ഭംഗി കൂട്ടുക, മോടി കൂട്ടുക പോലെയുള്ള കാര്യങ്ങൾ ഉണ്ട്. ഇതിൽ ഏത് ശിർക്കിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവൻ ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പറഞ്ഞത്, അതിന് താഴെയുള്ളത് അവൻ പൊറുക്കുമെന്ന് പറഞ്ഞത്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്, അവിടുത്തെ പോലെയുള്ള ആളുകൾ, മുഹമ്മദ് അബ്ദുൽ വഹാബും ആ അഭിപ്രായത്തിനാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. അഥവാ അള്ളാഹു വലിയ ശിർക്കും പൊറുക്കുകയില്ല, ചെറിയ ശിർക്കും പൊറുക്കുകയില്ല. പക്ഷെ രണ്ടും ഒരുപോലെയാണോ? അല്ല. വലിയ ശിർക്കാണോ, ആ ശിർക്ക് ചെയ്തതോടുകൂടി അവന്റെ സകല അമലുകളും പൊളിഞ്ഞുപോയി. വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. നിനക്ക് മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിരിക്കുന്നു, നീ എങ്ങാനും അള്ളാഹുവിൽ ശിർക്ക് വെച്ചാൽ, അള്ളാഹുവിൽ പങ്കു ചേർത്താൽ നിന്റെ മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ എല്ലാം നഷ്ടപ്പെട്ടവരുടെ, സ്വർഗം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പരലോകത്താകും. ഇത് യാതൊരു സംശയവുമില്ല. എന്തിനെ കുറിച്ച് മാത്രമാണ്? വലിയ ശിർക്കിനെ കുറിച്ച് മാത്രമാണ്. എല്ലാ അമലും പൊളിഞ്ഞു പോകും, ഒരു അമൽ അവന് പ്രയോജനപ്പെടുകയില്ല. എന്നാൽ ചെറിയ ശിർക്ക് ചെയ്തവന്റെ ആ ചെയ്ത പ്രവൃത്തിയാണ് പൊളിഞ്ഞു പോവുക. അവൻ ശിർക്ക് വെച്ച പ്രവൃത്തി ഉണ്ടല്ലോ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തത്, ആ പ്രവൃത്തി പൊളിഞ്ഞു പോകും. അവന്റെ ബാക്കിയുള്ള അമലുകൾ പൊളിഞ്ഞു പോകുമോ? ശിർക്കില്ലാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ചെയ്തത് ഇല്ല, അത് പൊളിഞ്ഞു പോവുകയില്ല. എന്നാൽ പൊറുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തൗബ ചെയ്യുകയല്ലാതെ മാർഗമില്ല. അല്ലെങ്കിൽ പരലോകത്ത് ആ ശിർക്കിന്, അഥവാ ചെറിയ ശിർക്കിന്, അവനെ അള്ളാഹു നരകത്തിലാക്കി ശിക്ഷിച്ചതിന് ശേഷം മാത്രമേ എന്താക്കുകയുള്ളൂ? സ്വർഗത്തിലേക്ക് അവനെ കടത്തുകയുള്ളൂ. ചെറിയ ശിർക്കാണെങ്കിൽ പോലും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുൽ മുസ്തആൻ. എന്നാൽ അതല്ലെങ്കിൽ
അവൻ നരകത്തിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം? അവന്റെ ഹസനാത്തും സയ്യാത്തും അള്ളാഹു പരലോകത്ത് തൂക്കിയാൽ, അവൻ ചെയ്ത നന്മകളും തിന്മകളും തൂക്കിയാൽ അവന്റെ നന്മകൾക്ക് തിന്മകളെക്കാളും ഭാരം തൂങ്ങണം. പക്ഷേ ശിർക്കാകുന്ന ഏറ്റവും വലിയ തെറ്റ്, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് ശിർക്കാണ്. ആ ശിർക്കിനോടൊപ്പം പിന്നെ ഏത് നന്മ ഭാരം തൂങ്ങാനാണ്? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് വളരെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ് ചെറിയ ശിർക്ക്. ഇത് ഇങ്ങനെ ഈ ചെറിയ ശിർക്കും ഇതിൽ പെടും എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില ഉലമാക്കളില്ല, വലിയ ശിർക്ക് മാത്രമേ ഈ ആയത്തിൽ പെടുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ നമുക്കറിയാം സൂറത്തുൽ മാഇദയിലെ 72-ാമത്തെ ആയത്ത് അല്ലാഹു ആയത്തിൽ പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു النار വമാ ലിൽളാലിമീന മിൻ അൻസാർ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്ത, അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹു النار, അവന്റെ സങ്കേതം എവിടെയാണ്? നരകമാണ്. വമാ ലിൽളാലിമീന മിൻ അൻസാർ, ആക്രമികളെ സഹായിക്കാൻ ആരുമില്ല. ആ ആയത്തിൽ പറഞ്ഞ ശിർക്ക് ഏത് ശിർക്കാണ്? വലിയ ശിർക്ക്, അശ്ശിർക്കുൽ അക്ബർ മാത്രമാണ്. നമ്പർ 1165 99 12 ഈ രണ്ട് വണ്ടികളൊന്നും മാറ്റി കൊടുക്കും. إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار. ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ അവന് സ്വർഗം ഹറാമായി, നരകമാണ് അവന്റെ സങ്കേതം. ഈ ആയത്ത് വലിയ ശിർക്കിന്റെ ആളുകൾക്ക് മാത്രമുള്ളതാണ്. കാരണം ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് സ്വർഗം ഹറാമാണെന്നാണ്. ഒരിക്കലും അവന് സ്വർഗത്തിൽ കടക്കാൻ സാധിക്കില്ല, അവൻ കാലാകാലം നരകത്തിലായിരിക്കും. ആ ആയത്തിൽ പറഞ്ഞത് ഏതു മാത്രമാണ്? വലിയ ശിർക്ക് മാത്രമാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ പങ്കു ചേർക്കുന്ന വലിയ ശിർക്ക്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ശിർക്ക് പോലെ ഉള്ളത്. അപ്പൊ നോക്കൂ സഹോദരങ്ങൾ, ഈ ആയത്ത് പ്രകാരം അഥവാ അല്ലാഹു ശിർക്ക് പൊറുക്കുകയില്ല എന്ന ഈ ആയത്ത് പ്രകാരം ഒരു മുസ്ലിം അവൻ ചിന്തിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നമസ്കാരം അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വറമളാൻ ഇലാ റമളാൻ മുകഫിറാത്തുൻ മാ ബൈനഹുൻ ഇദാ ഇജ്തുനിബൽ കബായിർ. ഒരു നമസ്കാരം അടുത്ത നമസ്കാരത്തിനിടയിലുള്ളത്, ഒരു ജുമുഅ അടുത്ത ജുമുഅയ്ക്കിടയിലുള്ളത്, ഒരു റമളാൻ അടുത്ത റമളാൻ വരെ ഉള്ളത്, ഇങ്ങനെയുള്ള പാപങ്ങളൊക്കെ പൊറുക്കും. ആ പൊറുക്കപ്പെടുന്ന കൂട്ടത്തിൽ ഏത് പെടുകയില്ല? അവൻ ചെയ്യുന്ന ശിർക്കുൽ അക്ബറും ശിർക്കുൽ അസ്ഗറും പെടുകയില്ല എന്ന് വന്നാൽ നമ്മൾ എത്ര ഭയപ്പെടണം ആ ശിർക്കിന്. അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ അധ്യായത്തിന് ബാബുൽ ഖൗഫി മിനശ് ശിർക്ക്, ശിർക്കിനെ ഭയപ്പെടണം, ശിർക്കിനെ കുറിച്ചുള്ള ഭയം എന്ന് പേര് കൊടുക്കുകയും എന്നിട്ട് ഈ ആയത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തത്. കാരണം ഇങ്ങനെ വന്നാൽ നമ്മൾ അങ്ങേയറ്റം ഓരോ മുസ്ലിമും പേടിക്കുക തന്നെ വേണം. ചെറിയ ശിർക്കാകട്ടെ വലിയ ശിർക്കാകട്ടെ, വലുതാകട്ടെ ചെറുതാകട്ടെ, നമ്മൾ രണ്ടും ഭയപ്പെടുക തന്നെ ചെയ്യണം. ഇത് ഇത്രയും വലിയ പാപമായതുകൊണ്ട് തന്നെ, ശിർക്ക് ഇത്രയും വലിയ തെറ്റായതുകൊണ്ട് തന്നെ, ശിർക്കിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്ന ആളുകൾ, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകൾ, അവരാണ് ജനങ്ങൾക്ക് ഏറ്റവും ഖൈർ ചെയ്തു കൊടുക്കുന്ന ആളുകൾ. ജനങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ, ശിർക്കിൽ നിന്ന് ജനങ്ങളെ താക്കീത് ചെയ്യുന്ന ആളുകൾ, അവരാണ് ഏറ്റവും ഖൈറായ ആളുകൾ. ജനങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ളതും അവരോടാണ്. ജനങ്ങളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അവർ യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവരാണ് ഖൈറിന്റെ ആളുകൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം. എന്താണ് കാരണം? തഅമുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നു, തൻഹൗന അനിൽ മുൻകർ, തിന്മ വിരോധിക്കുന്നു, വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. നോക്കൂ, നന്മയിൽ ഏറ്റവും വലിയ നന്മ തൗഹീദാണ്, തിന്മകളിൽ ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്. അപ്പൊ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ
തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളുകൾ, തൗഹീദ് ജനങ്ങളെ പഠിപ്പിക്കുന്ന ആളുകൾ, ഷിർക്കിൽ നിന്ന് ജനങ്ങളെ താക്കീത് ചെയ്യുന്ന ആളുകൾ, അവരാണ് ഏറ്റവും ഖൈറായ ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നോക്കൂ നിങ്ങൾ, ഈ കാര്യം ദീൻ, യഥാർത്ഥ ദീൻ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകളെയാണ് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ അത് അവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതവർ മനസ്സിലാക്കുന്ന ഒരു കാലം വരാനുണ്ട്, പരലോകം. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലാഹു അവതരിപ്പിച്ചതിനെ മറച്ചു വെക്കുന്ന ആളുകൾ, ദീൻ അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാതെ മറച്ചു വെക്കുന്ന ആളുകൾ, അവർക്കുണ്ട് ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. അല്ലാഹുവിന്റെ ലഅന, അല്ലാഹുവിന്റെ കോപം, അതുപോലെ മലക്കുകളുടെ കോപം, മലക്കുകളുടെ ശാപം, അല്ലാഹുവിന്റെ ശാപം, അതുപോലെ എല്ലാ മനുഷ്യരുടെയും ശാപമുണ്ട്. പരലോകത്തെ എല്ലാവരും അവരെ ശപിക്കും. നേരെ തിരിച്ചു നോക്ക്, ഇത് മൂടി വെക്കുന്ന ആളുകളുടെ അവസ്ഥയാണ്. മൂടി വെക്കാൻ പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ മൂടി വെക്കാൻ പല കാരണങ്ങളുണ്ടാകാം. എന്തൊക്കെയാണ് കാരണങ്ങൾ? ചിലപ്പോൾ ആളുകളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാകാം, അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കെതിരായത് കൊണ്ടാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ജനങ്ങൾ മൂടി വച്ചേക്കും. മൂടി വെച്ചാൽ ഇതാണ് അതിന്റെ ഫലം. മൂടി വെച്ചാൽ ഇതാണ് അതിന്റെ ഫലം. കാരണം ജനങ്ങൾ, ഈ ആളുകൾ ജനങ്ങൾക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. ശൈർ അവരെ വഞ്ചിക്കുന്നു. ഈ ദീനിന്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ സിദ്ഖാണ്, സത്യസന്ധതയാണ്. സത്യസന്ധത ഇല്ലാത്തവരിൽ നിന്ന് ദീൻ സ്വീകരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒന്നാമത്തെ ദഅവത്ത് തുടങ്ങിയത് തന്നെ എന്ത് പറഞ്ഞിട്ടാണ്? റസൂലുള്ളാഹിന്റെ സത്യസന്ധത മുന്നിൽ വെച്ചുകൊണ്ടാണ്. സഫാ കുന്നിൻ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എന്താണ് പറഞ്ഞത്? എന്താ ചോദിച്ചത്? ഈ മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവരെല്ലാവരും മറുപടി പറഞ്ഞു, തീർച്ചയായും വിശ്വസിക്കും. കാരണം മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖാ, നിന്നിൽ നിന്ന് സത്യമല്ലാതെ ഞങ്ങൾക്ക് അനുഭവമില്ല. ഞങ്ങളോട് ഇതുവരെ സത്യമല്ലാതെ പറഞ്ഞിട്ടില്ല. കളവ് നീ ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഇത് മുന്നിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. റസൂൽ ഇത് മുന്നിൽ വെച്ചാണ് പറയുന്നത്. എന്ത്? എങ്കിൽ ഞാനിതാ നിങ്ങൾക്ക് താക്കീത് ചെയ്യുകയാണ് പരലോകത്തെ ശിക്ഷയെക്കുറിച്ച്. അബൂ ലഹബ് എണീറ്റ് എന്ന് പറഞ്ഞു, തബ്ബൻ ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, മുഹമ്മദേ നിനക്ക് നാശം, നീ ഇതിനാണോ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് എന്നവൻ പറഞ്ഞു. അലൈഹി ലഅനത്തുല്ലാഹ്, അബൂ ലഹബ് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ഖ് മുന്നിൽ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോ സത്യസന്ധത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്താണ് അവർ ഒരു വിഷയത്തിൽ ചോദിക്കുന്നത്, അതിന്റെ ദീനിന്റെ മസാല എന്താണ് അവൻ മനസ്സിലാക്കിയത്, അതുപോലെ പറയണം. ആളെ പറ്റിക്കരുത്. ഹിറഖൽ, ആ നസ്രാനിയായ രാജാവ് അബൂ സുഫിയാൻ മുസ്ലിം അല്ലാതിരുന്ന കാലത്ത് ചോദിക്കുകയാണ് നബിയുടെ അടയാളങ്ങൾ. നിങ്ങളോട് കളവ് പറഞ്ഞിട്ടുണ്ടോ മുമ്പ്? അബൂ സുഫിയാൻ എന്താ പറഞ്ഞത്? ഇല്ല, കളവ് പറഞ്ഞിട്ടില്ല. ഹിറഖൽ പിന്നീട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ജനങ്ങളുടെ പേരിൽ അദ്ദേഹം കളവ് പറയാതിരിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുകയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അതാണ്. അപ്പൊ ഈ ദീനിന്റെ അടിസ്ഥാനമാണ് സിദ്ഖ്. നേരെ പറഞ്ഞു കൊടുക്കുക എന്നത്, കളവ് പറയാതിരിക്കുക എന്നത്, വളച്ചു കെട്ടാതിരിക്കുക എന്നത് സിദ്ഖ്. നോക്കൂ നിങ്ങൾ, ഹദീസുകൾ ആളുകൾ, നമ്മുടെ മുൻഗാമികൾ സ്വീകരിക്കുകയില്ല. ആരിൽ നിന്ന്? കളവ് പറയുന്ന ആളുകൾ, സത്യം പറയുന്ന ആളുകളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ വിശേഷണമാണത്, അസ്സാദിഖുൽ അമീൻ, സത്യം പറയുന്ന ആൾ. സത്യം എന്ന് പറഞ്ഞാൽ ഈ ദീൻ യഥാർത്ഥത്തിൽ അത് പറഞ്ഞു കൊടുക്കണം. അത് സത്യസന്ധതയുടെ ഭാഗമാണ്. മറച്ചു വെക്കരുത്, മൂടി വെക്കരുത്. മൂടി വെക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെയും മലക്കളുടെയും ശാപം, പടപ്പുകളുടെ മുഴുവൻ ശാപം. എന്നാൽ ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കോ നേരെ തിരിച്ച്. നോക്ക് നിങ്ങൾ, ليستغفر له من في السماوات ومن في الأرض حتى الحيتان في جوف الماء. അവന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരെല്ലാം, കടലിനടിയിലുള്ള മത്സ്യം പോലും, ഉറുമ്പുകൾ പോലും. ഇതാണ് പറഞ്ഞു കൊടുക്കുന്നവർക്കുള്ള ശ്രേഷ്ഠത. മുഅല്ലിമീ അന്നാസ് അൽ ഖൈർ, ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക്. അതുകൊണ്ടാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഈ കിതാബ് എഴുതിയ
മഹാനായ ആലിം അവിടുന്ന് ഈ തൗഹീദിന്റെ ദഅവത്തുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് പല നാടുകളിൽ നിന്നും ഷേഖിന് റദ്ദുകൾ വന്നു, മറുപടികൾ വന്നു. ശിർക്കിന്റെ ആളുകൾ മറുപടി ആക്കുകയാണ്, നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഷേഖ് അവർക്ക് മറുപടി എഴുതുകയാണ്. ആ മറുപടികൾ എഴുതിയ കൂട്ടത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവിടുന്ന് എഴുതുകയുണ്ടായി, വലൗ കുൻതും തഅഖിലൂന ഹഖീഖത മാ ദഅഉതുകും ഇലൈഹി, നിങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ പറയുന്ന യാഥാർത്ഥ്യം ഹഖീഖത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ലകുൻതു അഗ്ലാ ഇൻദകും മിൻ ആബായികും വഉമ്മഹാതികും വഅബ്നായികും വലാകിന്നകും ഖൗമുൻ ലാ തഅഖിലൂൻ. ഞാൻ പറയുന്ന ഹക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാനായിരിക്കും നിങ്ങൾക്ക് വിലപ്പെട്ടവൻ, നിങ്ങളുടെ ഉപ്പാരെക്കാളും ഉമ്മമാരെക്കാളും മക്കളെക്കാളും നിങ്ങൾ എനിക്ക് വില കൽപ്പിക്കും. ഞാൻ ഈ പറയുന്ന ഹക്ക് അതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ. പക്ഷെ വലാകിന്നകും ഖൗമുൻ ലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാത്തൊരു കൂട്ടരാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? തൗഹീദ് അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, ഷിർക്ക് ജനങ്ങൾക്ക് വേറിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന, വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ ജനങ്ങളോട് സ്നേഹമുള്ള ആളുകൾ. ദീനിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. സഹോദര, നിന്നോടൊരാള് നീ ചെയ്യുന്ന കാര്യം തെറ്റാണ്, ഇത് ശരിയല്ല എന്നൊരുത്തൻ നസീഹത്തോടു കൂടി നിനക്ക് പറഞ്ഞു തന്നാൽ, പിന്നെ ആളുകളെ മുന്നിൽ വെച്ച് അപമാനിക്കാതെ, നാട്ടുകാരൊക്കെ മുന്നിൽ വെച്ച് ഏയ് എന്തായത് ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ എന്ന് പറയുന്ന ആളുകളല്ല, അത് നസീഹത്തല്ല, അത് ഫദീഹത്താണ്. ഫദീഹത്ത് എന്ന് പറഞ്ഞ അപമാനിക്കണം, അതല്ല. ആളുകളൊക്കെ മുന്നിൽ വെച്ചിട്ട് എന്താണ് എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ തെറ്റുകൾ എടുത്തു പറഞ്ഞ് അവരെ ഉപദേശിക്കലാണ് നസീഹത്ത് എന്നാണ് ചില ആളുകൾ, പല സഹോദരങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് തെറ്റാണ്, ഫദീഹത്താണ്, അത് അപമാനിക്കലാണിത്. അങ്ങനെയല്ല ആളുകളെ ഉപദേശിക്കേണ്ടത്. ആളുകളെ നിങ്ങൾ സ്വകാര്യമായി വിളിക്കൂ, എന്നിട്ട് ആളുകളോട് പറഞ്ഞു കൊടുക്കൂ. എന്നാൽ അങ്ങനെ പറഞ്ഞാലും പറയുന്ന ആളുകളോട് ദേഷ്യം പിടിക്കുന്നവരുണ്ട്. സഹോദര, നീ മനസ്സിലാക്കേണ്ടത് എന്താണ്? നിന്നോട് യഥാർത്ഥത്തിൽ സ്നേഹമുള്ളത് ഈ പറഞ്ഞു തരുന്നവനാണ്. നീ ചെയ്യുന്ന എല്ലാ തോന്നിവാസവും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവൻ നിന്നോട് സ്നേഹമുണ്ടോ? ഒരിക്കലുമില്ല. പറയുന്നൊക്കെ തലയാട്ടി അംഗീകരിച്ചു തരുന്ന ആളല്ല യഥാർത്ഥത്തിൽ നസീഹത്തുള്ള ആൾ. മറിച്ച് തെറ്റാണെന്ന് പറയേണ്ടടുത്ത് തെറ്റാണെന്ന് പറഞ്ഞു തരുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുസ്ലിമിനുള്ള 6 ബാധ്യതകളിൽപ്പെട്ടതാണ് അവനൊരു ഇഷാറത്ത് തേടിയാൽ, ഒരു ഇഷാറ, ഒരു ഉപദേശം തേടിയാൽ ഉപദേശിച്ചു കൊടുക്കുന്നവൻ. ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് ചോദിച്ചാലും അയക്കോന്ന് പറഞ്ഞ് തലയാട്ടി കൊടുക്കുന്നവനാണോ? ഒരിക്കലുമല്ല. തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നവനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ, നിന്റെ സഹോദരനെ നീ സഹായിക്കുക, അവൻ ളാലിമായിരിക്കുമ്പോഴും മദ്ലൂമായിരിക്കുമ്പോഴും, അക്രമിയായിരിക്കുമ്പോഴും അവൻ മർദ്ദിതനായിരിക്കുമ്പോഴും. സഹാബത്ത് ചോദിച്ചു, എങ്ങനെ ളാലിമിനെ എങ്ങനെയാണ് സഹായിക്കുക നബി, മദ്ലൂമിനെ സഹായിക്കുക എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അവന്റെ ദുൽമിൽ നിന്ന് അവനെ തടയലാണ്. എന്നതുപോലെയാണ് ദീനിന്റെ ഏതൊരു കാര്യവും. നീ ചെയ്യുന്നത് ശരിയല്ല, ആ പറഞ്ഞത് ശരിയല്ല, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊരാൾ പറഞ്ഞു തന്നാൽ അത് ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിലാണോ, അവനാണ് നിന്നോട് സ്നേഹമുള്ളത്, നസീഹത്തുള്ളത്. അല്ലാത്തവൻ പരലോകത്ത് ശത്രുവായി മാറും. അൽഅഖില്ലാഉ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖൂൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, തഖ്വ പാലിക്കുന്നവരല്ലാതെ പരലോകത്ത് ദുനിയാവിലെ കൂട്ടുകാർ ശത്രുക്കളായിരിക്കും, ദുനിയാവിലെ ഉറ്റമിത്രങ്ങൾ പരലോകത്ത് ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖൂൻ, തഖ്വയുള്ള ആളുകൾ ഒഴികെ. അപ്പൊ നോക്കൂ, ഇതിൽ തഖ്വയിൽ ഏറ്റവും പ്രധാനം ആദ്യത്തേത് എന്താണ്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. തഖ്വയിൽ ഒന്നാമത്തേത് അതാണ്. അതുകൊണ്ടാണ് നബിമാരൊക്കെ വന്നിട്ട് ആദ്യം ജനങ്ങളോട് പറഞ്ഞത്, ഇദ് ഖാല ലഹും അഖൂഹും നൂഹുൻ അലാ തത്തഖൂൻ, ഇദ് ഖാല ലഹും അഖൂഹും ഹൂദുൻ അലാ തത്തഖൂൻ, ഇദ് ഖാല ലഹും അഖൂഹും സാലിഹുൻ അലാ തത്തഖൂൻ, ഇദ് ഖാല ലഹും അഖൂഹും ശുഐബുൻ അലാ തത്തഖൂൻ. സൂറത്ത് ഹൂദ് എടുത്തു നോക്ക്, ആവർത്തിച്ച് ഓരോ നബിമാരുടെ പേര് മാറി ഇത് പറഞ്ഞത് കാണാം. ജനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? എന്താ ഈ സൂക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആദ്യം പെടുന്നത് എന്താണ്? തൗഹീദാണ്. إنا أرسلنا نوحا إلى قومه أن أنذر قومك من قبل أن يأتيهم عذاب أليم قال يا قوم اعبدوا الله واتقوه وأطيعون. തൗഹീദിന്റെ കൂടെ ജനങ്ങൾ, നബിമാർ തൗഹീദ് മാത്രമേ പറഞ്ഞു. തൗഹീദ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിൽ മനസ്സിലാക്കുക, അതിൽ ആദ്യം പെടുന്നത്
തൗഹീദാണ്. അതുകൊണ്ട് ഇതിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ് ജനങ്ങൾക്ക് ഏറ്റവും സ്നേഹമുണ്ടാവുക. യഥാർത്ഥത്തിൽ അത് തിരിച്ചറിയുക പരലോകത്തായിരിക്കും, തിരിച്ചറിയുന്നത് പരലോകത്തായിരിക്കും. ഈ ദുനിയാവിൽ ജനങ്ങളെ പിഴപ്പിച്ച ആളുകളെ പരലോകത്ത് അവർ വെറുക്കും. അള്ളാഹുവിനോട് അവർ പറയും, അവരങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കും. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, നിങ്ങൾ പരലോകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുകയും ചെയ്യും നരകത്തിൽ. ഇവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്, ഇവരാണ് ഞങ്ങൾ ഇങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നോക്കൂ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിനെ കുറിച്ച് ഭയപ്പെടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇന്നല്ലാഹ, എന്താണ് ആയത്ത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സൂറത്തു നിസായിലെ ആയത്താണ്. ഈ ആയത്ത് തന്നെ വീണ്ടും ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. സൂറത്തു നിസായിൽ തന്നെ 116-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആയത്തുകൾ ഹിഫ്ളാക്കുക, ഹദീസുകൾ ഹിഫ്ളാക്കുക. വെറുതെ കേട്ടുപോയാൽ മതിയോ? പോരാ, ഹിഫ്ളാക്കണം, പഠിക്കണം. ഹിഫ്ളാക്കണം, പഠിക്കണം. എന്നാലേ ഇതുകൊണ്ട് ഫായിദയുള്ളൂ. പല സഹോദരങ്ങളും എന്ത് ചെയ്യും, ഇങ്ങനെ പലതിനും വന്നിരിക്കും, പല പരിപാടികൾക്കും പോവും. ഇത് വന്ന് നിങ്ങൾ ചോദിച്ചു നോക്കേ, എന്താ പഠിച്ചതെന്ന് ചോദിച്ചു നോക്ക്. എത്ര ആയത്ത് പഠിച്ചു, എത്ര ഹദീസ് പഠിച്ചു, അല്ലെങ്കിൽ ദീനിന്റെ എന്തെങ്കിലും ഒരു മസാല പഠിച്ചെന്ന് ചോദിച്ചു നോക്കണം. മനസ്സിലായില്ലേ? അങ്ങനെ പഠിച്ചാൽ മാത്രമേ എന്തുള്ളൂ, എന്തിനും ഒരു ഫായിദ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, കാഴ്ച കണ്ടു വന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. വഖാല അൽ ഖലീൽ, നോക്കൂ നിങ്ങൾ അടുത്തത്. വഖാല അൽ ഖലീൽ, മൻ അൽ ഖലീൽ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. സൂറത്ത് ഇബ്രാഹിമിലെ 35-ാമത്തെ ആയത്താണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതാണ്. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ. അതിൽ ഈ ഒരു ഭാഗം മാത്രമാണ് ഇമാം ഇവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത്. വജ്നുബ്നി, അല്ലാഹുവേ നീ എന്നെ അകറ്റണമേ. വജ്നുബ്നി, നീ എന്നെ അകറ്റണമേ. വബനിയ, വബനിയ എന്റെ മക്കളെയും. അൻ നഅ്ബുദ, ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും. അൽ അസ്നാം, സനമുകളെ. സനം എന്ന് പറഞ്ഞാൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയ ബിംബത്തിനാണ് എന്ത് പറയുന്നത്? സനം. അല്ലാത്തതിനെ വസൻ എന്ന് പറയും. വസൻ, വസൻ എന്ന് പറഞ്ഞാൽ സനമും പെടും അല്ലാത്തതും പെടും. വസൻ എന്ന് പറഞ്ഞാൽ അതും ബിംബമാണ്, പക്ഷെ ആരാധിക്കപ്പെടുന്ന ഒരു പ്രത്യേക രൂപത്തിലൊന്നും അല്ലാത്ത എന്തിനേയും എന്ത് പറയും? വസൻ എന്ന് പറയും. എന്നാൽ സനം എന്നാൽ ഒരു പ്രത്യേക രൂപത്തിൽ, ഒരാളുടെയോ മറ്റോ രൂപത്തിൽ ഉണ്ടാക്കിയതിനാണ് വസൻ എന്ന് പൊതുവായി പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. അല്ലാഹുവേ നീ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വസനാക്കല്ലേ, ബിംബമാക്കല്ലേ. ഖബർ ബിംബത്തിന്റെ രൂപത്തിലാണോ? അല്ല. അപ്പൊ എല്ലാ രൂപത്തിലുള്ളതിനും വസൻ എന്ന് പറയും. സനം എന്നാൽ പൊതുവെ പറയാറുള്ളത് ഒരാളുടെയോ മറ്റോ രൂപത്തിൽ ഉണ്ടാക്കിയതിനെയാണ് സനം എന്ന് പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദി ഇബ്നു ഹാത്തിം അവിടുന്ന് കുരിശുമാല അണിഞ്ഞു വന്നപ്പോ ഈ വസൻ ഒഴിവാക്കാൻ പറഞ്ഞു. എന്താ കാരണം? അത് കുരിശാണെങ്കിൽ അതെന്താണ്? ഒരു ബിംബത്തിന്റെ ഫലമാണ് അതുകൊണ്ടുണ്ടാകുന്നത്. എന്തിനാ ജനങ്ങൾ ആരാധിച്ചാലും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സനമിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുകയാണ്. നോക്കൂ നിങ്ങൾ, ആരാണ് ഇത് ദുആ ചെയ്യുന്നത്? തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ച ഏതാണ് ബാബിന്റെ പേരെന്താണ്? ബാബു മൻ ഹഖഖ തൗഹീദ ദഖലൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ കടക്കും ആര്? തൗഹീദ് തഹ്ഖീഖ് നടത്തിയ ആളുകൾ. ആ ആയത്തിൽ ആരെ കുറിച്ച് ആ ബാബിൽ ആരെ കുറിച്ചുള്ള ആയത്ത് പറഞ്ഞിട്ടുണ്ട്?
ഇബ്രാഹിം അലൈഹി സ്വലാത്ത് ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകുൻ മിനൽ മുശ്രികീൻ. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് തഹ്ഖീഖ് നടത്തിയ ആളുകളുടെ ഇമാമാണ്, ഇമാമുൽ മുവഹിദീൻ അബുൽ അംബിയ ഇബ്രാഹിം അൽ ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയാണ് ദുആ ചെയ്യുന്നത് എന്ത്? വജുനൂബിനി, അല്ലാഹുവേ നീ എന്നെ അകറ്റണമേ, വബനി എന്റെ മക്കളെയും അകറ്റണമേ, അന്ന അബുദൽ അസ്നാം, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും. വെറും ഷിർക്കിൽ പെടുന്നത് എന്നല്ല പറഞ്ഞത്, ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും, ചെറിയ ഏതെങ്കിലും ഷിർക്ക് വരുന്നതിൽ നിന്ന്, അറിയാതെ പറ്റിപ്പോകുന്നതിൽ നിന്ന് എന്നാണോ? അല്ല, ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്കുണ്ട് അങ്ങനെ ഒരു പേടി? ഞാനെങ്ങാനും ബിംബത്തിനെ ആരാധിക്കുന്ന കൂട്ടത്തിൽ പെട്ടു. നമ്മളിൽ പല ആളുകൾ നിർഭയരാണ്. ഹേയ്, നമ്മളങ്ങനെ ആകാനും ഒരിക്കലുമില്ല എന്നൊരു അമിതമായ ആത്മവിശ്വാസത്തിലാണ് പല ആളുകളും ഉള്ളത്. തെറ്റാണത്. പേടിക്കണം, അള്ളാഹുവിനോട് രക്ഷ തേടണം. കാരണം മനുഷ്യന്റെ ഖൽബ് അത് വേഗത്തിൽ മാറും. ശൈത്താൻ നമ്മളെ പിഴപ്പിക്കാൻ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊന്ന് കുത്താൻ പറ്റുമോ? ശൈത്താൻ നമ്മളെ പിഴപ്പിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഭയപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുള്ളത് പോലെ നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്കറിയാവുന്നതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിനു വേണ്ടി ഇബ്രാഹിം നബിയെ പിതാവ് വീട്ടിൽ നിന്ന് പുറത്താക്കി. തൗഹീദ് പറഞ്ഞതിന്റെ പേര് അതുപോലെ തീയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബിംബങ്ങളെ തച്ചുടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് ചെയ്തിട്ടുണ്ട്. മക്കയുടെ ഭരണം, മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കീഴ്പ്പെടുത്തിയപ്പോൾ ഒരു വടി ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ. എന്നിട്ട് കഅബക്കകത്തേക്ക് കയറി അവിടെ 300-ൽ പരം ബിംബങ്ങൾ ഉണ്ടായിരുന്നു. ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ എന്ന് പറഞ്ഞ ആ ബിംബങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തച്ചുടച്ചു. ഇങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം അല്ലദീ വഫ, കടമകളെല്ലാം അള്ളാഹു ഏൽപ്പിച്ചതൊക്കെ പൂർത്തിയാക്കിയ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ وإذ ابتلى إبراهيم ربه بكلمات فأتمهن, അള്ളാഹു ഇബ്രാഹിം നബിയെ ചില കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു, എല്ലാം ഇബ്രാഹിം നബി പൂർത്തിയാക്കി. ഏതുപോലും ഒരുപാട് കാലം ദുആ ചെയ്ത് കിട്ടിയതാണ് മകനെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. മോനോട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ, മോനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്ത്, നിന്നെ അറുക്കുന്നതായി. അഥവാ നബിമാരുടെ സ്വപ്ന വഹിയാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അപ്പോൾ എന്താണോ നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചത് അത് ചെയ്തോളൂ, എന്നെ ക്ഷമയുള്ളവനായി നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചു കൊള്ളാം. മകനെയും കൂട്ടിപ്പോയി. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, മകൻ എന്ത് ചെയ്തു? നെറ്റ് താഴെയാക്കി കമിഴ്ത്തി കിടത്തി. എന്തിനു വേണ്ടിയാണ്? മുഖം കാണാതിരിക്കാൻ കമിഴ്ത്തി കിടത്തി. എന്നിട്ട് അറുക്കാൻ പോകുമ്പോൾ അള്ളാഹു വിളിച്ചു, വനാദൈനാഹു അയ്യ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم. അള്ളാഹു സുബ്ഹാനഹു വതആല വിളിച്ചു പറഞ്ഞു, ഇതൊരു പരീക്ഷണം മാത്രമാണ്, ആടിനെ കൊടുത്തു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തു പറഞ്ഞോ അത് ചെയ്യുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയാണ് ദുആ ചെയ്യുന്നത് എന്ത്? വജുനൂബനി വബനിയ അൻ നഅബുദൽ അസ്നാം. എന്താണ് കാരണം ഇതിന്റെ പിന്നിലുണ്ട്. ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ്, ഈ ബിംബങ്ങൾ ഒരുപാട് ആളുകളെ വഴിതെറ്റിച്ച് കളഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഒരുപാട് ആളുകൾ പിഴച്ചു എന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണക്കിലെടുത്തു. ഒരുപാട് ആളുകൾ വഴിതെറ്റി എന്നത് നമ്മൾ എന്ത് ചെയ്യണം? കണക്കിലെടുക്കണം. ഒരുപാട് ആളുകൾ വഴിതെറ്റിയത് നമ്മൾ പരിഗണിക്കുക തന്നെ വേണം. നമ്മൾ അതിൽ പെട്ടുപോകില്ല, ഞാൻ ഒരിക്കലും അതിൽ പെട്ടുപോവുകയില്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭയപ്പെട്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇബ്രാഹിം തൈമി, ഇബ്രാഹിം ഇബ്നു യസീദ് അത്തൈമി റഹിമഹുല്ലാഹ്, മഹാനായ താബിഇയാണ് അദ്ദേഹം. ഇബ്രാഹിം ഇബ്നു യസീദ് അത്തൈമി ഹിജറ 92 അല്ലെങ്കിൽ 94, രണ്ടഭിപ്രായമുണ്ട്. ഹിജറ 92 അല്ലെങ്കിൽ 94 വഫാത്തായി പോയ മഹാനായ താബിഇയാണ് ഇബ്രാഹിം ഇബ്നു യസീദ് അത്തൈമി. അനസ് ഇബ്നു മാലിക്കിനൊക്കെ അവിടുന്ന് കണ്ടുമുട്ടിയിട്ടുണ്ട്. അനസ് ഇബ്നു മാലിക്കിൽ നിന്നൊക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഈ ആയത്ത് ഓതിയിട്ട് പറയുമായിരുന്നു, മൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം. ഈ ആയത്ത് ഓതിയാൽ അവിടുന്ന് പറയുമായിരുന്നു, മൻ യഅ്മനുൽ ബലാഅ ബഅദ ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഇനി ഈ പരീക്ഷണത്തെക്കുറിച്ച് ആര് നിർഭയനാവാനാണ്? ആർക്ക് നിർഭയനായിരിക്കാൻ പറ്റും? ഇബ്രാഹിം നബി പേടിച്ചെങ്കിൽ ആർക്ക് പേടിക്കാതിരിക്കാൻ പറ്റും? ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം തൈമിയുടെ ഒരുപാട് നല്ല നല്ല ഖൗലുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം ഇബ്നു യസീദ് തൈമി ഇതുപോലെ നല്ല നല്ല വാക്കുകൾ അവിടുത്തേതായി കാണാൻ സാധിക്കും. ഒന്നിതാണ് ഈ ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, മൻ യഅ്മനു അൽ ബലാഅ ബഅദ ഇബ്രാഹിം. ഇബ്രാഹിം നബി ഭയപ്പെട്ടുവെങ്കിൽ ആർക്ക് നിർഭയനാകാൻ സാധിക്കും? അതുപോലെ തന്നെ അവിടുത്തെ വാക്കാണ്, വളരെ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലപ്പോ, മാ അറദ്തു ഖൗലി അലാ അമലി ഇല്ലാ ഖിഫ്തു അൻ അകൂന മുകദ്ദിബ. മാ അറദ്തു ഖൗലി അലാ അമലി ഇല്ലാ ഖിഫ്തു അൻ അകൂന മുകദ്ദിബ. ഞാൻ എപ്പോ എന്റെ വാക്കും പ്രവൃത്തിയായി തട്ടിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അള്ളാഹു ഞാനൊരു കാഫിറാണോ, ഞാനൊരു നിഷേധിയാണോ, ഒരു മുകദ്ദിബ് കളവാക്കുന്നവനാണോ എന്ന് ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. എന്റെ വാക്കും പ്രവൃത്തിയും ഞാൻ എപ്പോ തട്ടിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്കിങ്ങനെ പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മുൻഗാമികൾ. അവർ ഭയപ്പെട്ട ആളുകളാണ്, പേടിച്ച ആളുകളാണ്. അതുപോലെ ഇബ്രാഹിം തൈമിയുടെ മറ്റൊരു വാക്കാണ്, കം ബൈനക്കും വബൈനൽ ഖൗം. കം ബൈനക്കും വബൈനൽ ഖൗം. നിങ്ങൾക്കും ആ ഖൗമിനും ഇടയിൽ എത്രയാണ് ദൂരമുള്ളത്? അതോ സഹാബത്തിനും നിങ്ങൾക്കും ഇടയിൽ എത്രയാണ് ദൂരമുള്ളത്? നിങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ആളുകളും നിങ്ങളും തമ്മിൽ എത്രയാണ് ദൂരമുള്ളൂ? കുറച്ചല്ലേ ദൂരമുള്ളൂ. അവരുടെ അവസ്ഥ എന്താണെന്ന്, അഖബലത അലൈഹിം ദുനിയ ഫഹറബു. ദുനിയാവ് അവരെ തേടി വന്നു, അപ്പൊ അവർ പേടിച്ചോടി. അവരുടെ അവസ്ഥ എന്താണ്? ദുനിയാവ് അവരുടെ പിന്നാലെ വന്നപ്പോൾ അവർ പേടിച്ചോടിയ ആളുകളാണ്. എന്നാൽ നിങ്ങളോ, വഅദ്ബറത അൻകും ഫത്തബഅതുമുഹാ. നിങ്ങളിൽ നിന്ന് ദുനിയാവ് പോവുകയാണ്, ദുനിയാവ് നിങ്ങളിൽ നിന്ന് പോവുകയാണ്, തിരിഞ്ഞു പോകണം. അപ്പൊ നിങ്ങൾ ദുനിയാവിന് പിന്നാലെ പോകുന്നു. നിങ്ങൾക്ക് മുമ്പുള്ള കഴിഞ്ഞവരുടെ അവസ്ഥ എന്താണ്? ദുനിയാവ് വരെ തേടി വന്നപ്പോൾ അവർ ഓടിക്കളഞ്ഞു. ദുനിയാവ് നിങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ അതിന്റെ പിന്നാലെ പോവുകയാണോ എന്ന് ഇങ്ങനെ മഹത്തായ നല്ല മുഫീദായ ഖൗലുകൾ പറഞ്ഞിട്ടുള്ള മഹാനായ താബിഇയാണ് ഇബ്രാഹിം ഇബ്നു യസീദ് അത്തൈമി. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അള്ളാഹുവിനോട് രക്ഷ തേടി ഷിർക്കിൽ വീണു പോകുന്നതിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്ത്? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ കൽബിനെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ തആതിക്, കൽബുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നവനെ, നിന്റെ താഅത്തിൽ നീ എന്റെ കൽബിനെ തിരിച്ചുവിടണേ. കൽബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുവിടുന്നവനെ, നീ നിന്റെ താഅത്തിൽ നിന്നെ അനുസരിക്കുന്നതിൽ എന്റെ കൽബിനെ തിരിച്ചുവിടണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. നന്മകളിൽ ഉറപ്പിച്ചു നിർത്താൻ ദുആ ചെയ്യണം. ഓരോ ഫാത്തിഹയിൽ നമ്മൾ ദുആ ചെയ്യുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ് മുഅ്മിനുകളോട് ദുആ ചെയ്യാൻ. മുഅ്മിനുകളുടെ ദുആ ആയി അല്ലാഹു പറഞ്ഞു, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹു ഹിദായത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ കൽബുകളെ നീ തെറ്റിച്ചു കളയരുത് എന്നർത്ഥം വരുന്ന ദുആ. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത ഈ കാര്യം അല്ലാഹു സ്വീകരിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിലായിട്ടാണ് വഫാത്തായിട്ടുള്ളത്. മക്കളുടെ കാര്യത്തിലും സ്വീകരിച്ചു. നോക്ക് നിങ്ങൾ, മക്കളാരാ? നബിമാരാണ്.
ഇസ്മാഈൽ വഇസ്ഹാഖ് വയാഖൂബ് യൂസുഫ്, ഇതൊക്കെ മക്കളുടെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ മക്കളുടെ മക്കളും ആര് തന്നെയാണ്? മക്കൾ തന്നെയാണ്. ഇവരൊക്കെ നബിമാരാണ്. മാത്രമല്ല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലുള്ള മറ്റൊരു പാഠമാണ്, ഇബ്രാഹിം നബി ഉപ്പാനോട് പറഞ്ഞില്ലേ, ഉപ്പ പറഞ്ഞു ഞാനിപ്പോ കല്ലെറിയും നിന്നെ, പൊയ്ക്കോന്ന് പറഞ്ഞു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു ഖാല സലാമുൻ അലൈക് സഅസ്തഗ്ഫിറു ലക റബ്ബി, നിങ്ങൾക്ക് സലാം, ഞാൻ അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താം. അത് അള്ളാഹു വിരോധിക്കുന്നതിന് മുമ്പാണ്. മുശ്രിക്കിന് ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല, പാപം പൊറുക്കാൻ ദുആ ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു വിരോധിക്കുന്നതിന് മുമ്പാണ് ഇബ്രാഹിം നബി പറഞ്ഞത് സഅസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താം. ഇന്നി ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി വലം അകുൻ ബിദുആഇ റബ്ബി ശഖിയ وأعتزلكم وما تدعون من دون الله وأدعو ربي عسى ألا أكون بدعاء ربي شقيا. ഞാൻ നിങ്ങളെ ഒഴിവാക്കുകയാണ്, നിങ്ങൾ ആരോടാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരെയും ഞാൻ ഒഴിവാക്കുകയാണ്. ആദ്യത്തെ ആയത്തിൽ പറഞ്ഞു ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ വഅഅതസിലുകും വമാ തദഊന മിൻ ദൂനില്ലാഹ് വഅദ്ഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ. ഞാൻ നിങ്ങളെയും നിങ്ങൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരെ ഒഴിവാക്കുകയാണ്. ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്യും. എന്റെ റബ്ബിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഞാൻ ആരാവുകയില്ല, ഞാൻ ഭാഗ്യം കെട്ടവനാവുകയില്ല. റബ്ബ് ദുആ സ്വീകരിക്കും. അള്ളാഹു പറഞ്ഞു ഫലമ്മ അഅ്തസലഹും, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ ഉപ്പാനെ ഒഴിവാക്കേണ്ടി വന്നു ഉപ്പാനെ. കാരണം ഉപ്പ എറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞു, ഉപ്പ ഇഹ്സാൻ സ്വീകരിച്ചില്ല, എറിഞ്ഞു കൊല്ലുമെന്ന് പറഞ്ഞു, പൊയ്ക്കോന്ന് പറഞ്ഞു, ഒഴിവാക്കേണ്ടി വന്നു. വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്ന ആ ആളുകളെ ഇബാദത്ത് ചെയ്യുന്നവരെയും ഇബ്രാഹിം നബി ഒഴിവാക്കിയപ്പോൾ വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ് വകുല്ലൻ ജഅൽനാ നബിയ, നാം ഇബ്രാഹിം നബിക്ക് ആരെ കൊടുത്തു? ഇസ്ഹാഖിനെ കൊടുത്തു മകനായി. യാക്കൂബ് മകന്റെ മകനാ, യാക്കൂബിനെയും കൊടുത്തു. അതിന് മുഫസ്സിറുകൾ വിശദീകരണമായി പറയുന്നത് എന്തുകൊണ്ടാണ് യാക്കൂബിന്റെ കാര്യം ഇങ്ങനെ എടുത്തു പറയുന്നത്? മുഫസ്സിറുകൾ പറഞ്ഞു ഇബ്രാഹിം നബി ജീവിച്ചിരിക്കെ തന്നെ ഇസ്ഹാഖിനെ ആര് ജനിച്ചു? യാക്കൂബിനെ ജനിച്ചു എന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ പല ആയത്തുകളിലും ഇസ്ഹാഖിനെ യാക്കൂബിനെയും കൊടുത്തു എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ മകന് ഒരു മകൻ ജനിച്ചു, ഇസ്ഹാഖിന് യാക്കൂബ് ജനിച്ചു എന്നാണ്. അല്ലാഹു തആല ആലം. അള്ളാഹു പറയുന്നു ഉപ്പാനെ ഒഴിവാക്കിയപ്പോ ഇസ്ഹാഖിനെ യാക്കൂബിനെയും കൊടുത്തു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നക ലൻ തദഅ ഷൈഅൻ ഇത്തിഖാ അല്ലാഹ് ഇല്ലാ അതാക അല്ലാഹു ഖൈറൻ മിൻ. നീ അള്ളാഹ്ക്ക് വേണ്ടി എന്തോ ഒഴിവാക്കേണ്ടി വന്നാൽ അള്ളാഹു എന്ത് ചെയ്യും? അതിനേക്കാളും നല്ലത് പകരം തരും. സ്വന്തം ഉപ്പാണ്. ഏറ്റവും അടുത്ത ഒരു മനുഷ്യന്റെ അസ്ലിൽ വളരെ അടുത്ത ആളാണ് ഉപ്പ. ആ ഉപ്പാൻ അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കേണ്ടി വന്നു. ഉപ്പ എറിഞ്ഞു ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി എന്ത് ഒഴിവാക്കിയാലും അതിനേക്കാളും ഖൈർ കിട്ടുമെന്നാണ്. ആരെ കിട്ടി? മക്കളെ കിട്ടി. ഏറ്റവും അടുത്തവരാണ് മക്കൾ. ആ എങ്ങനത്തെ മക്കളാണ്? തൗഹീദിന്റെ ഇമാമുമാരായ മക്കൾ, നബിമാരായ മക്കളെ കൊടുത്തു. മക്കളെ മാത്രമോ അല്ല, മക്കളുടെ പേരക്കുട്ടികളെയും കൊടുത്തു നബിമാരായിട്ട്. അവർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീനിലാണെന്ന് അഭിമാനത്തോടെ പറയുന്ന ആളുകളാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലെ കൂട്ടുകാരോട് പറഞ്ഞതുപോലെ ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. ഞാൻ ജനങ്ങളുടെ മില്ലത്ത് ഒഴിവാക്കിയിരിക്കുന്നു. എന്താ ജയിലിലെ രണ്ട് കൂട്ടുകാരോട് പറഞ്ഞത്? ജനങ്ങളുടെ മില്ലത്ത് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനത്തെ ജനങ്ങളാണ്? അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, പരലോകത്തിൽ വിശ്വസിക്കാത്ത ജനങ്ങൾ. വത്തബഅതു മില്ലത ആബാഇ, ഞാൻ എന്റെ പിതാക്കന്മാരുടെ മാർഗം പിൻപറ്റിയിരിക്കുന്നു. എങ്ങനത്തെ പിതാക്കളാണ്? ജഹാലത്തിലും ضلالത്തിലുമായിരുന്ന പിതാക്കളല്ല. വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹീമ വഇസ്ഹാഖ വയഅഖൂബ്, ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബിയുടെയും മാർഗം. മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ഷൈ, ഞങ്ങൾക്ക് പാടില്ല അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാൻ. ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون. അത് അള്ളാഹു ഞങ്ങൾക്കും ജനങ്ങൾക്കും ചെയ്തു തന്ന ഫضലാണ്. അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നത് അള്ളാഹുവിന്റെ ഫضലാണ്. എല്ലാത്തിനെയും ഇബാദത്ത് ചെയ്യേണ്ട,
ആരെയും പേടിക്കണ്ട അള്ളാഹുവിനല്ലാതെ, ആരിൽ നിന്നും പ്രതീക്ഷ അർപ്പിക്കണ്ട അള്ളാഹുവിങ്കിൽ നിന്നല്ലാതെ. അത് അള്ളാഹിന്റെ ഫضലാണ്, ജനങ്ങൾക്കും കൊടുത്ത ഫضലാണ്. പക്ഷെ ജനങ്ങളിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല, അവരധിക പേരും നന്ദി കാണിക്കുന്നില്ല. അവർ ഇബാദത്ത് ചെയ്യുന്നത് ആരെയാണ്? അവർ പേരിട്ട പല ആളുകളെയും. മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് ذلك الدين القيم ولكن أكثر الناس لا يعلمون. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, യാ സാഹിബൈ സിജ്ൻ അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഹേ ജയിലിലെ രണ്ട് കൂട്ടുകാരെ, ഈ വ്യത്യസ്തരായ ഈ ഇലാഹുകളാണോ നല്ലത്? അതല്ല, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനായ വാഹിദായ ഖഹാറായ എല്ലാത്തിനെ നിയന്ത്രിക്കുന്ന അള്ളാഹു ആണോ നല്ലത് എന്ന് ചോദിക്കുകയാണ്. ആരോട്? ജയിലിലെ കൂട്ടുകാരോട്. അങ്ങനെയുള്ള മക്കളെ, പേരമക്കളെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ആര് കൊടുത്തു? അള്ളാഹു കൊടുത്തു. പക്ഷെ നോക്ക് നിങ്ങൾ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭയപ്പെട്ട കാര്യം പിന്നീട് ആളുകൾക്ക് സംഭവിച്ചില്ലേ? അതുകൊണ്ടാണ് കിതാബ് തൗഹീദിന്റെ വളരെ നല്ല ഒരു ഷർഹാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ ആൽ ഷെയ്ഖ്, അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ ഇബ്നു മുഹമ്മദ് അബ്ദുൽ വഹാബ്, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടിയായ അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം എഴുതിയ വളരെ പ്രസിദ്ധമായ ഷർഹാണ് ഈ കിതാബിൽ തന്നെ, ഫത്ഹുൽ മജീദ് ഷർഹു കിതാബ് തൗഹീദ്. മറ്റൊരു കിതാബാണ് കിതാബ് തൗഹീദ് വഖുറത്തു ഉയൂനിൽ മുവഹിദീൻ ഫീ തഹ്ഖീഖ് ദഅവത്തിൽ അംബിയാഇ വൽ മുർസലീൻ. കിതാബ് തൗഹീദ് വഖുറത്തു ഉയൂനിൽ മുവഹിദീൻ ഫീ തഹ്ഖീഖ് ദഅവത്തിൽ അംബിയാഇ വൽ മുർസലീൻ. ആ കിതാബിൽ അദ്ദേഹം പറയുകയാണ്, فإذا كان الخليل إمام الحنفاء, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഹുനഫാഇന്റെ ശിർക്കിൽ നിന്ന് പൂർണ്ണമായി വിട്ട് തൗഹീദിൽ ഉറച്ചു നിന്ന ആളുകളുടെ ഇമാമാണ്. ജഅലഹു അല്ലാഹു ഉമ്മത വാഹിദ, ഇബ്രാഹിം നബി അല്ലാഹു ഒറ്റക്കൊരു ഉമ്മത്താണെന്ന് പറഞ്ഞു. വബ്തലാഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ, ചില കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ച് അതൊക്കെ പൂർത്തിയാക്കി. ഇബ്രാഹിം അല്ലദി വഫ എന്ന് അല്ലാഹു പറഞ്ഞു, അത് എല്ലാ കടമകളും പൂർത്തിയാക്കി എന്ന് പറഞ്ഞു. വഅമറ ബിദബ്ഹി വലദിഹി ഫംതസല അംറ റബ്ബിഹി, തന്റെ മകൻ അറുക്കണമെന്ന് പറഞ്ഞു, റബ്ബിന്റെ തീരുമാനം കൽപ്പന അങ്ങനെ തന്നെ നടപ്പാക്കി. വകസറൽ അസ്നാം, ബിംബങ്ങളെ തച്ചുടച്ചു. വഷ്തദ്ദ നകീറുഹു അലാ അഹ്ലി ശിർക്ക്, ഷിർക്കിന്റെ ആളുകളോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വെറുപ്പ് കഠിനമായി. വമഅ ദാലിക, ഇതോടൊപ്പം യഖാഫു അയ്യഖഅ ഫി ശിർക്കിൽ ലദി ഹുവ ഇബാദത്തുൽ അസ്നാം, ബിംബങ്ങൾ ആരാധിക്കുന്ന ഷിർക്കിനെ കുറിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭയപ്പെട്ടു. ലഇൽമിഹി, എന്താണ് ഇങ്ങനെ ഭയപ്പെടാനുള്ള കാരണം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽമു കൊണ്ടാണ്. ഭയപ്പെടുകയില്ല ആര്? ജാഹിലായവന് പേടി ഉണ്ടാവുകയില്ല. ലഇൽമിഹി, ഇബ്രാഹിം നബിയുടെ ഇൽമു കൊണ്ടാണ്. അന്നഹു ലാ യസ്രിഫുഹു അൻഹു ഇല്ലല്ലാഹ് ബിഹിദായതിഹി വതൗഫീഖിഹി ലാ ബിഹൗലിഹി ഹുവ വഖുവതിഹി. ഇബ്രാഹിം നബിക്ക് അറിയാം അള്ളാന്റെ തൗഫീഖ്, അവന്റെ ഹിദായത്ത് കൊണ്ടല്ലാതെ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. സ്വന്തം കഴിവുകൊണ്ട്, സ്വന്തം ശേഷി കൊണ്ട് രക്ഷപ്പെടുകയില്ല. സ്വന്തം ശക്തി കൊണ്ട്, കഴിവ് കൊണ്ട് ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തണം. ഫഹാദ അംറുൻ ലാ യുഅ്മനുൽ വുഖൂഉ ഫീഹി, സ്വന്തം കഴിവുകൊണ്ട് നടക്കൂല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ നിർഭയരായിരിക്കാൻ പാടില്ല. വഖദ് വഖഅ ഫീഹിൽ അദ്കിയാഉ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ വലിയ ബുദ്ധിയുള്ള ആളുകൾ ഷിർക്കിൽ ചാടിയിട്ടുണ്ട്. ബഅദൽ ഖുറൂനിൽ മുഫദ്ദല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠകരമാണെന്ന് പറഞ്ഞ 3 തലമുറയ്ക്ക് ശേഷം മുസ്ലിങ്ങൾ എന്തായി? ഷിർക്കിലേക്ക് ചാടിയിട്ടുണ്ട്. ഫത്തഖദത്തിൽ അസ്നാം വഉബിദത്, ബിംബങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബിംബങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. എന്നിട്ട് ശൈഖ് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. റുബൂബിയത്തിൽ വല്ല അല്ലാഹുവിനെ പങ്കു ചേർക്കുന്ന ഉദാഹരണങ്ങൾ. ഏതുപോലെ ചില പ്രത്യേക ദിവസങ്ങളിൽ മുഹീദ്ദീൻ ശൈഖിന്റെ നേതൃത്വത്തിൽ ഔലിയാക്കന്മാരൊക്കെ ഒരുമിച്ച് കൂടും. എന്നിട്ട് ആളുകളുടെ റിസ്ക് അടക്കം കാര്യങ്ങൾ തീരുമാനിക്കും. ഇതൊക്കെ സൂഫികൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ശൈഖ് പറഞ്ഞു, സൂഫികൾ അതുപോലെ ചില തരീഖത്തിന്റെ ആളുകൾ, തീജാനി തരീഖത്ത് എന്ന് പറഞ്ഞൊരു തരീഖത്തുണ്ട്, തനി കുഫറാണ്. അവരൊക്കെ പോലുള്ള ആളുകളുടെ കിതാബുകൾ എഴുതി വെച്ചു.
ഷെയ്ഖ് അതിനെ കുറിച്ച് പറഞ്ഞു, തജിദു ശിർക്ക് അല്ലദീ മാ കാന യഖ്തിറു അലാ ബാലി അബീ ജഹ്ലി വ ഇഖ്വാനി. അബൂജഹലിന്റെ അവന്റെ കൂടെയുള്ള ആളുകളുടെയും മനസ്സിൽ പോലും തോന്നാത്ത ശിർക്ക്, അബൂജഹലും കൂട്ടരും ചിന്തിക്കൂടി ചെയ്യാത്ത ശിർക്ക് വരെ സൂഫികൾ മുസ്ലിം ഉമ്മത്തിൽ പ്രചരിപ്പിച്ചു. ആ സൂഫിയത്ത് എന്ന് പറഞ്ഞാൽ മഹത്തായ ഇസ്ലാമിന്റെ രൂപമാണെന്നാണ് ഇന്നും വിദ്യാഭ്യാസമുള്ള ആളുകൾക്കിടയിൽ വരെ, ഭൗതിക വിദ്യാഭ്യാസം ഒരുപാടുള്ള ആളുകൾക്കിടയിൽ വളരെ ആസൂത്രിതമായി പ്രചരിപ്പിക്കുന്നത് സൂഫികളായ ആളുകൾ. നിങ്ങൾ നോക്കിക്കോളൂ, പല ഈ ശിർക്ക് പ്രചരിപ്പിക്കുന്ന സമസ്തയുടെ വളരെ അറിയപ്പെട്ട പല ആളുകളും മരണപ്പെട്ടാൽ അവരുടെ ആത്മീയ ഗുരുക്കന്മാരായി പല ആളുകളുടെയും പേരുകൾ കാണാം. ഇടക്ക് കണ്ണൂർ ജില്ലയിൽ ഒരാൾ മരിച്ചപ്പോ ആത്മീയ ഗുരു എന്നുള്ള സ്ഥാനത്ത് പേരായി കണ്ടത് സൗദി അറേബ്യയിലെ ഉലമാക്കൾ ഒന്നടങ്കം കാഫിർ മുർത്തദാണെന്ന് പ്രഖ്യാപിച്ച ഒരാളെയാണ്. പക്ഷെ കാര്യപ്പെട്ട നേതാവിന്റെ ആരായിട്ടാണ് കാണുന്നത്? ആത്മീയ ഗുരു. സുബ്ഹാനല്ലാഹ്. ഉലമാക്കൾ കാഫിർ മുർത്തദാണെന്ന് പറഞ്ഞ ആളുകൾ. പക്ഷെ പുറമേക്ക് എന്താണ്? പുറമേക്ക് അവരെന്താണ്? സുന്നിയാണ്. ഷിയയും സുന്നിയും വെച്ച് നോക്കിയാൽ ഇത് സുന്നിയാണ്. അങ്ങനെയാണ് പല ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും അങ്ങനെ അവരിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റുന്നതൊക്കെ. അവർക്ക് സൂഫിയത്താണ് പ്രചരിപ്പിക്കുന്നത്. ഇസ്ലാമിനെതിരായ ശിർക്ക് പ്രചരിപ്പിക്കുന്ന സൂഫിയ. അതുപോലെ അവരുടെ ഷെയ്ഖിനെ, തരീഖത്തിലെ ഷെയ്ഖിനെ നേരിട്ട് പൂജിക്കുന്ന, നേരെ ഇബാദത്ത് ചെയ്യുന്ന സൂഫി തരീഖത്തുകളൊക്കെ ഇവർക്ക് എന്താണ്? ഇവരുടെ നേതാക്കന്മാർക്ക്, മുസ്ലിയാക്കന്മാർക്ക് ഇസ്ലാമിന്റെ പല ധാരകളാണ്, ഇസ്ലാമിന്റെ പല അള്ളാഹുവിലേക്ക് എത്തുന്ന മാർഗങ്ങളായിട്ടാണ് പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിലെല്ലാം ശൈത്താന്റെ മാർഗങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈത്താൻ ഇരിക്കുന്ന വഴികളാണ് അതൊക്കെ. ശൈത്താന്റെ തരീഖത്തുകളാണ്, അള്ളാഹുവിലേക്കുള്ള തരീഖത്തുകളല്ല. അപ്പൊ ഇങ്ങനെ ശിർക്ക് മുസ്ലിം ഉമ്മത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ഭയപ്പെടണം. കുട്ടികളുടെ കാര്യത്തിൽ ഭയപ്പെടണം, ഭാര്യമാരുടെ കാര്യത്തിൽ ഭയപ്പെടണം, സ്ത്രീകളുടെ കാര്യത്തിൽ ഭയപ്പെടണം. സ്ത്രീകൾക്ക് ദീന് ഒന്നും അറിയാത്ത സ്ത്രീകളാണ് നാട്ടിലുള്ളത്. എന്താണോ ദീൻ അത് അറിയുകയില്ല, എന്നാൽ ബാത്തിൽ പലതും പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. തൗഹീദിന്റെ കാര്യം നമ്മൾ ഭയപ്പെടണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. ഭാര്യമാരെ, മക്കളെ, നമുക്ക് കീഴിലുള്ള ആളുകളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിനെതിരെ എന്ത് കണ്ടാലും സംസാരിക്കണം. അതിനെതിരെ ഒരു വാക്ക് കണ്ടാൽ അപ്പ വിലക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക അതാണ്. മാ ഷാ അല്ലാഹു വശിഅത. അല്ലാഹു നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ. റസൂലുള്ളാഹി ഉടനെ ചോദിച്ചെന്താണ്? അജഅൽതനി ലില്ലാഹി നിദ്ദ ഖുൽ മാ ഷാ അല്ലാഹു വഹ്ദ. നീ എന്നെ അല്ലാഹുവിനെ നിദ്ദാക്കുകയാണോ? അല്ലാഹു മാത്രം ഉദ്ദേശിച്ചതുപോലെ എന്ന് നീ പറയും. നോക്ക് നിങ്ങൾ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും റസൂലുള്ളാഹിനെ പുകഴ്ത്താൻ ഇന്ന് എഴുതിയ വരികൾ കണ്ടിട്ടുണ്ടെങ്കിലോ? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? വഇന്ന മിൻ ജൂദിക ദുനിയ വളറതഹാ വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. ആളുകൾ നാട് നീളെ പാടിക്കൊണ്ടിരിക്കുന്ന ബുർദയിലുള്ളതാണ്. നബിയെ, താങ്കളുടെ ഇൽമിൽപ്പെട്ടതാണ്. വഇന്ന മിൻ ജൂദിക, താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് അദ്ദുനിയ വളറതഹാ, ദുനിയാവും അതിന്റെ ലറത്തും. ലറത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ ഒരുത്തിക്ക് മറ്റോളുമായുള്ള ബന്ധം എന്താണ്? ഇവൾ അവളുടെ ലറത്താണെന്ന് പറയും. അതിന്റെ ജമാണ് ദറാഇർ. ദുനിയാവിന്റെ ലറ എന്ന് പറഞ്ഞാൽ ദുനിയാവും പരലോകവും നബിയെ താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. നബിയെ, താങ്കളുടെ ഇൽമിൽപ്പെട്ടതാണ് ലൗഹിന്റെയും ഖലമിന്റെയും ഇൽം. അള്ളാഹു എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നതാണ് ലൗഹിൽ. എഴുതുന്ന അള്ളാഹുവിന്റെ ഉപകരണമാണ് ഖലം. അള്ളാഹു ആദ്യം സൃഷ്ടിച്ചു എന്ന് ഒരഭിപ്രായമുള്ളത് ഖലമിനെ കുറിച്ചാണ്, മറ്റൊരു അഭിപ്രായമുള്ളത് അർശാണെന്നാണ്. രണ്ടും സൂചിപ്പിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അഹ്ലുസുന്നത്തിന്റെ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഖലമാണെന്നും അർശാണെന്നും പറയപ്പെടാറുണ്ട്. ഈ ഖലമിനോട് അള്ളാഹു എല്ലാം എഴുതാൻ പറഞ്ഞു, എല്ലാം എഴുതി വെച്ചു. അത് അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അറിയുകയില്ല. അള്ളാഹുവിൽ മാത്രമാണ് ആ ഇൽമുൽ കിതാബ് ഉള്ളത്. അത് നബിയുടെ ഇൽമിന്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പൊ അള്ളാഹിനേക്കാളും ഇൽമുണ്ടെന്ന്. ഇത് തന്നെയാണ് നസ്രാനികൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് നസ്രാനികൾക്ക് പറ്റിയത്. യാഹിലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും. അഹ്ലുൽ കിതാബെ, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിൽ കവിയരുത്, ഗുലു ആവരുത്. എന്താണ് ഗുലു? വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ
ഹക്കല്ലാതെ പറയരുത്. അള്ളാഹു അഹ്ലു കിതാബിനെ വിലക്കിയ ഗുലു എന്താണെന്നാൽ നബിമാരിൽ അതിര് കവിഞ്ഞു. നബിമാരെ സ്നേഹിച്ച അവസാനം എന്തായി? അവർക്ക് ഇബാദത്ത് ചെയ്തു. അതാണ് അതിര് കവിച്ചൽ. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ വിലക്കിയിട്ടുള്ളത്. ഇത് മുസ്ലിം ഉമ്മത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേടിച്ചുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. എത്ര മണിക്കാ? ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.